ഹായ്, ഒരു കഥ പറയട്ടെ. ഇതൊരു റിയൽ എസ്റ്റേറ്റ് സംബന്ധിച്ച കഥയാണ്. ഊട്ടിയിൽ നടക്കുന്ന കഥയാണ്. ഊട്ടിയിലെ ഒരു പഴയ വീട്ടുടമസ്ഥൻ തൻ്റെ വീട് കുറച്ച് പഴയതായി പോയി പുതിയൊരു വീട്ടിലേക്ക് താമസം മാറണം, ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള ഒരു വീട്ടിലേക്ക് താമസം മാറണം എന്ന് വിചാരിച്ചിട്ട് അങ്ങേരുടെ പഴയ വീട് വിറ്റാലേ ഇയാൾക്ക് പുതിയൊരു വീട് വാങ്ങാനുള്ള പൈസ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പേപ്പറിലെയും ക്ലാസിഫൈഡ് പേജിലൊക്കെ പരസ്യം കൊടുക്കുകയാണ്, എൻ്റെ വീട് വിൽക്കാനുണ്ടെന്നും അതിന് ഇത്ര പൈസ ഡിമാൻഡ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടും. അതേമാതിരി കണ്ടിട്ടുള്ള എല്ലാ ബ്രോക്കർമാരടുത്തും പറയുകയാണ്, എൻ്റെ വീട് വിൽക്കുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്നൊന്ന് കച്ചവടമാക്കി തന്നു കഴിഞ്ഞാൽ ഇത്ര ശതമാനം ഞാൻ കമ്മീഷനായിട്ട് തരാമെന്നും പറഞ്ഞു. അങ്ങനെ ഇഷ്ടംപോലെ വീടിനുള്ള കോളുകൾ വരുന്നു. ഇയാൾ ഡിമാൻഡ് അനുസരിച്ച് കിട്ടാത്തതുകൊണ്ട്, വിചാരിച്ച പൈസ കിട്ടാത്തതുകൊണ്ട് വീട് വിൽക്കാതിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം കാലത്ത് ക്ലാസിഫൈഡ് പേജിൽ പരസ്യം കാണുന്നു, ഗംഭീരമായിട്ടുള്ളൊരു വീട്, കുറച്ച് പഴക്കമുള്ള വീടാണെങ്കിലും നല്ല ഭംഗിയുള്ള വീടാണ്. അടുത്ത് തന്നെ നല്ല റോസ് ഗാർഡൻ ഉണ്ട്. വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ചുരം കാണാനുണ്ട്. അങ്ങനെ വളരെ ഭംഗിയായിട്ടുള്ളൊരു വീടാണ്. നിങ്ങൾ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പരസ്യം. ഇയാളിത് കണ്ടപ്പോൾ തോന്നി, കുറച്ച് പഴക്കമുള്ള വീടാണെങ്കിലും കാണാൻ അടുത്ത് തന്നെ ചുരമുണ്ട്, പൂന്തോട്ടമുണ്ട്, നല്ല അറ്റ്മോസ്ഫിയർ ആണെന്ന് പറയുന്നു. എന്നാൽ ഈ വീട് എന്തായാലും എനിക്ക് വാങ്ങണം, എൻ്റെ വീട് കച്ചവടമായില്ലെങ്കിൽ സാരില്ല, ഈ വീട് എനിക്ക് വേണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. പരസ്യത്തിൽ കണ്ട നമ്പറിൽ ഇയാൾ കോണ്ടാക്ട് ചെയ്യുന്നു. ഹലോ, എനിക്ക് നിങ്ങളെ ഈ പരസ്യത്തിൽ കാണുന്ന വീട് വേണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, എനിക്കൊന്ന് ആ വീട് കാണാൻ പറ്റുമോ? അപ്പോൾ എതിർഭാഗത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബ്രോക്കർ പറയാണ്, ആ വീട് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല, സോറി എന്ന് പറയുന്നു. അപ്പോൾ ഇയാൾ വീണ്ടും പറയാം, എത്ര വില കൊടുത്തിട്ടായാലും ഞാൻ എടുക്കാം, ആ വീട് തന്നെ എനിക്ക് വേണമെന്ന് പറയുന്നു. അപ്പോൾ ബ്രോക്കർ വീണ്ടും പറഞ്ഞു, സോറി, ആ വീട് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല സാറേ, സോറി, ക്ഷമിക്കണം, നിങ്ങൾ വേറെ വീടുണ്ടെങ്കിൽ നോക്കിക്കോളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇയാൾക്ക് ശരിക്കും ദേഷ്യം വന്നു. നിങ്ങൾക്ക് വിൽക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പരസ്യം ക്ലാസിഫൈഡ് പേജിൽ കൊടുക്കണം, നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ വിൽക്കുന്നതെന്ന് പറ, കാരണം എന്താണെന്ന് വെച്ച് പറയാമെന്ന് പറയുന്നു. അപ്പോൾ ബ്രോക്കർ പറയുന്നു, ആ വീട് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റാത്തത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വേണം അത് ഞാൻ വേറെ ആൾക്ക് മറിച്ച് വിൽക്കാൻ. ഞാൻ വിൽക്കാൻ ഉദ്ദേശിച്ച വീട് നിങ്ങളുടെ വീട് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇയാൾ വാങ്ങാൻ ആഗ്രഹിച്ച വീട് ഇയാളെ വീട് തന്നെയാണ്. അപ്പോൾ ക്ലാസിഫൈഡിൽ പരസ്യം കൊടുത്ത ആ ബ്രോക്കറെ കഴിവ്, ഇയാളെ വീടിനെ പറ്റിയിട്ടുള്ള വർണ്ണനയിൽ ഇയാൾ വീണുപോയി. അപ്പോൾ നമ്മുടെ സ്വന്തം വീടായാലും ശരി, എന്തായാലും ശരി, നമ്മളെ പ്ലസ് പോയിന്റുകൾ, നമ്മുടെ വീടിൻ്റെ പ്ലസ് പോയിന്റുകളും എന്തും മറ്റൊരാൾ പറയുമ്പോഴാണ് നമുക്കതിൻ്റെ എന്ത് മനസ്സിലാകുന്നത്, സ്പെഷ്യാലിറ്റി മനസ്സിലാകുന്നത്. അങ്ങനെ അയാൾ വീട് വിൽക്കാനുള്ള പ്ലാൻ മാറ്റിവെച്ച് അയാൾ ആ വീട് തന്നെ വീണ്ടും താമസിക്കാൻ തീരുമാനിച്ച് വളരെ സന്തോഷമായിട്ട് അതേ വീട്ടിൽ തന്നെ വീണ്ടും താമസിച്ച് തുടങ്ങി.